വാഴ്ത്തപ്പെട്ടവനാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുകയും പുനരുദ്ധാനത്തിങ്കൽ അവരുടെ ശരീരങ്ങളെ മഹത്വം ധരിപ്പിക്കുകയും ചെയ്യുന്ന മെശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. മരിച്ചവരെ പുനർജീവൻ നടത്തല്ലോ, ദുഃഖിക്കേണ്ട ദേഹനാശത്തിങ്കൽ നിങ്ങളെ സൃഷ്ടിച്ചോ ദൈവത്തെ ഉയർപ്പിച്ച് പ്രവർത്തിക്കുന്നവോ നീതിയായി ഫലമേകും. മരിച്ചവരുടെയിൽ നീ താഴ്ത്തപ്പെട്ടല്ലോ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥപിതാവേ, ഈ ശുശ്രൂഷയിൽ അവിടുത്തെ സാന്നിധ്യവും കൃപയും നൽകുന്നല്ലോ. ഈ കുടുംബത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും. അവരെ നീ അനുഗ്രഹിക്കുകയും ദൈവഹിത പ്രകാരം ജീവിപ്പാൻ അവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. ആ ഭവനത്തിൽ നിന്റെ സന്തോഷവും സമാധാനവും എല്ലാം ഇപ്പോഴും നൽകണമേ. ഇന്ന് ഈ ശുശ്രൂഷയിൽ ഒരുങ്ങി വന്ന് സംബന്ധിക്കുന്ന ബഹുമാനപ്പെട്ട അച്ഛനെ, ഈ ദേവാലയത്തിൽ വന്നു പോയ എല്ലാവരെയും, ഇപ്പോൾ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവരെയും നീ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. സ്വർഗീയമായ വാഴ്വുകളാൽ ഈ പ്രിയപ്പെട്ടവരെ ഇന്ന് രാത്രി കാലം നിന്റെ കൃപയിൽ കാക്കണമേ. ഈ ഭൗതിക ശരീരം വീണ്ടും ഫുണറൽ ഹോമിലേക്ക് ഇന്ന് കൊണ്ടുപോകും. നാളെ വീണ്ടും അത് ഞങ്ങൾ ദേവാലയത്തിൽ കൊണ്ടുവന്ന് പ്രാർത്ഥന കഴിപ്പാൻ എല്ലാവർക്കും കൃപ നൽകണമേ. യേശുവിൻ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവേ, നിനക്ക് സ്തുതി. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, സകല ബുദ്ധിയെയും കവിയുന്നതായ ദൈവത്തിന്റെ ദിവ്യമായ സമാധാനം ദൈവത്തെയും അവന്റെ പുത്രനെയും നമ്മുടെ രക്ഷിതാവുമായ യേശുമിശിഹായെയും കുറിച്ചുള്ള അറിവിലും സ്നേഹത്തിലും നിങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും കാക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ത്രിയേക ദൈവത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും നിങ്ങളോട് കൂടെയും നിങ്ങളുടെ ഇടയിലും ഉണ്ടായിരുന്നു. സകല ദോഷങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുമറിച്ച് സകല നന്മകൾക്കും നിങ്ങളെ എല്ലാവരെയും യോഗ്യതയുള്ളവരാക്കുകയും ചെയ്യുമാറാകട്ടെ. എല്ലാവർക്കും ഇരിക്കാം. ആരെങ്കിലും മൃതദേഹം കാണുവാനായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മുൻപോട്ട് വരാം. അല്ല എങ്കിൽ വീണ്ടും പാട്ടുപാടി മൃതദേഹം ഫുണറൽ ഹോമിലേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള ക്രമീകരണം ചെയ്യുന്നുണ്ട്. അത് കാണാനായിട്ടുള്ള ആരെങ്കിലും മുൻപോട്ട് വരാം. കുടുംബാംഗങ്ങൾക്കും മുൻപോട്ട് വരാം. അന്ത്യചുംബനം നാളെയാണ് നൽകുന്നത്. ഇപ്പോൾ കണ്ട് ബോഡി കെട്ടിയടച്ച് കൊണ്ടുപോകാൻ
കുടുംബാംഗങ്ങൾക്ക് മുൻപോട്ട് വന്ന് കാണണമെങ്കിൽ ഇപ്പോൾ വരാം. അന്ത്യചുംബനം നൽകുന്ന നാളെയാണ്. അതിനുശേഷം കോഫിൻ അടയ്ക്കും. അതിനുശേഷം മുൻപോട്ട് വരാം. Sorry. നാളെ എടുക്കാൻ ബാക്കി നല്ല സമയമുണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ട് ഫേസ് ചെയ്തു.
ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവിന്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവിന്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. ദോഷമായിട്ടൊന്നുമെന്നോടെന്റെ താതൻ ചെയ്യുകയില്ല. എന്നെ അവനടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. കഷ്ടനഷ്ടം ഏറി വന്നാൽ ഭാഗ്യവാനായി തീരുന്നു ഞാൻ. കഷ്ടമേറ്റ കർത്താവോടു കൂട്ടാളിയായി തീരുന്നു ഞാൻ. ലോകസൗഖ്യമെന്തു തരും ആത്മക്ലേശമതിൻ ഫലം. സൗഭാഗ്യമുള്ള ആത്മജീവൻ കഷ്ടതയാൽ വർദ്ധിക്കുന്നു. ജീവനത്തിൻ വമ്പു വേണ്ട, കാഴ്ചയുടെ ശോഭ വേണ്ട. കൂടാരത്തിൻ മൂടി പോലെ ക്രൂശിൻ നീളം മാത്രം മതി.
Daddy always said, do justice in everything you do. Today, I try, I hope, to do justice to his memory justice. Daddy was a person with deep-rooted faith and trust in God from his very early days, passed on from generations. He has always been a strong example for us how to put our trust fully in God. He showed us how God keeps you and never lets you down. I have witnessed this all along in all the trials that he faced. Up until his very last breath, he was praising God, showing me how his grace was sufficient. He has always tried to spread the word of God through various platforms, church, Gideon's ministry, and amongst family, friends, and co-workers. He dedicated time to helping the less fortunate. He did this with great dedication, sincerity, and joy in his heart. He spread positivity and happiness wherever he went and touched the hearts of those around him. He had great love for his family. I was so privileged to have him throughout all the stages of my life and even to guide my children. He served as a spiritual companion for our entire family. Approaching his last few days in the hospital, his face lit up when I told him that I would be taking him home with me. I can only imagine how much happier he was to go home, to go to his eternal home, and how happy heaven was to receive him. Just a few words, rather a poem to Daddy from us. Daddy, we'll always remember that special smile, that caring heart, that warm embrace you always gave us through good and bad times, no matter what. We'll always remember you, Daddy, because there will never be another one to replace you in our hearts, and the love we will always have for you. Until we meet again, Daddy. I stand here today in your midst as the youngest daughter, Valsa, of Mr. P.C. Varughis, for whom we have gathered here to bid farewell. A man whom I would like to define as God's faithful servant. God gave me the greatest gift of all when He handed out fathers. I truly had the best. Dear Dad, you taught me how to love, how to share, and most importantly, you taught me about Jesus. Thank you, Dad, for all the life lessons that you taught us, your children, through this journey in every walk of your life, from the beginning to the end. I recall with fondness all the precious memories that are with me of happy times shared with you, be it in my childhood or growing up years. I looked forward to Saturdays when you escorted me home from school way back in the 1970s, or on Sunday afternoons when we walked together to attend Sunday school, you a teacher and me a pupil. Many of life's lessons were learned during those long walks. You have shown what it means to be totally committed in every responsibility, be it in family life, as a son, a spouse, a father, or in your occupation
as a trustworthy and dedicated employee. The passion and zeal with which you devoted your time for the parish in various capacities, and especially as the Secretary of the Church Building Committee for both Santa Cruz and Goregaon Parish, and later on for the Gideons, has left a lasting impression on us. You did it all with total sincerity and faithfulness. A very valuable skill that I picked up from Dad, which I would like to share with you all, which may sound insignificant, but has tremendous worth. Whenever Daddy would leave the house, he would always pause briefly at the doorstep, close his eyes, say a short prayer, and would think about where and why he was going. This led him to make sure he had everything he needed. Especially in today's busy times, this skill he imparted has helped me always be prepared and equipped. And I now do that to my students. I tell them how important this skill is. A very small but a very important skill that we need. Dad, I may not have expressed it, but I always admired you for the meticulous way in which you performed every task, big or small. I owe it to you for having imbibed this trait. Thank you for being a wonderful guide. I never told you goodbye because I know I will see you again someday. I thank God for that promise, because that promise is what pulls me through. We will hold you close within our hearts, and there you will remain to walk and guide us through our lives until we meet again. I thank God Almighty for the blessed life that Dad lived, and now for allowing me to participate in my dad's final journey. I had the privilege of growing up in the same house as my grandpa, so I have many fond memories of how profoundly he impacted my childhood. But today I'll share just one, a more recent memory. My senior year of college had just begun, and I was going on job interviews. After a few weeks, I grew discouraged. I thought the interviews were going well, but job offers never materialized. Knowing I was upset, my family wanted to help. My parents picked me up from campus one day and took me shopping, then brought me home where my grandma, who I'd say is an esteemed Indian food chef, cooked me pasta, because that's my favorite comfort food. And as I was eating, my grandpa walked in and joined me at the table. He laughed and lightheartedly said he heard I was stressed about finding a job. At the time, I thought he was being so insensitive. I told him it was a big deal. Of course I was stressed. To which he replied, completely confidently, "You did your part already. You put in all the work. Now it's up to God to find the right job for you. You're only stressed because you're wrongly trying to do what's His work." I felt all this weight fall off my shoulders. Almost immediately after that, I was pursued by Exxon, who I hadn't even applied to, and everything quickly fell into place. Coincidentally, Exxon, known in India as ESSO, is the same company my grandpa worked for many years ago. My grandpa focused on continually working to become a better Christian and leaving everything else to God. Psalms chapter 46, verse 10 reads, "Be still and know that I am God." My grandpa lived his life this way. Grandpa, thank you for everything. Most importantly, thank you for setting the example of living the Christian life that I want to live. Still all my songs shall be nearer, my God, to thee. Nearer, my God, to thee. Nearer to thee. Thou art the one
Nearer, my God, to thee. Nearer, my God, to thee. Nearer to thee. There let the way appear. Steps unto heaven. All that thou sendest me in mercy. Hail to beckon me, nearer, my God, to thee. Nearer, my God, to thee. Nearer to thee. Then with my waking thoughts, bright with thy praise, out of my story griefs, and I'll raise. So by my works to be nearer, my God, to thee. Nearer, my God, to thee. Nearer to thee. Oh. Service is beginning. While remain sitting, we are continuing the worship. When the time of reading the gospel, you have to stand. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ബലഹീനരും പാപികളുമായ ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണകളും എന്നേക്കുമെല്ലാവരും ചിന്തപ്പെടുമാറാകണമേ. ആമേൻ. മരണമുള്ളവരായ ഞങ്ങളെ പാപമരണത്തിൽ നിന്ന് വീണ്ടെടുപ്പാൻ ജനപ്രകാരം മരിച്ച നല്ലവരും മരണമില്ലാത്തവരുമായ കർത്താവേ, നിന്റെ മരണത്താൽ മരണത്തിന്റെ ശക്തി നീ ഇല്ലാതാക്കി. നിന്റെ കൃപയാൽ ആദാമിനെയും അവന്റെ സന്താനങ്ങളെയും പാപമരണത്തിൽ നിന്ന് നീ വീണ്ടെടുത്തു. നിന്റെ കബറക്കത്താൽ പാതാളത്തിന്റെ സാക്ഷാകളെ നീ തകർത്തു. നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനാൽ തങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പിനെ സ്ഥിരപ്പെടുത്തുകയും ചെയ്തു. കർത്താവേ, അരിഷ്ടതയുള്ള ഈ ലോകത്തിൽ നിന്ന് മരണമൂലം നീ വിളിച്ച് വേർപെടുത്തിയിരിക്കുന്ന ഈ നിന്റെ ദാസന്റെ ശവസംസ്കാരത്തിന്റെ സമയത്ത് നിന്റെ കരുണയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ സഭയിലെ സകല സന്താനങ്ങൾക്കും ഭാഗ്യങ്ങളുടെ മണവറയും സന്തോഷങ്ങളുടെ പന്തിക്കിരിപ്പും ആനന്ദങ്ങളുടെ വാസസ്ഥലവും സൗജന്യമായി നൽകണമേ. അവസാനത്തിൽ മഹത്വത്തോടെ നീ എഴുന്നള്ളുകയും ഭൂതലത്തെ നീതിയോടെ ന്യായം വിധിക്കുകയും ഓരോരുത്തരെ അവനവന് യോഗ്യമായിട്ടുള്ള പ്രകാരം പ്രതിഫലം കൊടുക്കുകയും ചെയ്യുമ്പോൾ നിന്റെ വലദ്ഭാഗത്തുള്ള മക്കളായ കുഞ്ഞാടുകളോടുകൂടെ ചേരുവാൻ ഞങ്ങളെയും യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധരുമായ ദൈവമേ, സ്തുതിയും സ്തോത്രവും നിനക്ക് ഞങ്ങൾ പാടുകയും ചെയ്യുമാറാകണമേ. ആയത് ഇപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കണം. സ്തുതിയും സ്തോത്രവും തേജസ്സും പുകഴ്ചയും മാഞ്ഞുപോവാത്ത നല്ല മഹിമയും എല്ലായ്പ്പോഴും നിരന്തരം കരേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. തന്റെ ശ്രേഷ്ഠതയുടെ അവകാശത്തിങ്ങൾ മേലുള്ളവർ ഭ്രമിക്കുകയും തന്റെ മഹത്വത്തിന്റെ വെളിപാടുകൾ മാലാഖമാർ വിസ്മയിക്കുകയും ചെയ്യത്തക്കവണ്ണമുള്ള നീതിയുടെ സൂര്യനും തന്റെ പ്രകാശത്തിന്റെ കതിരുകളെ കൊണ്ട് കബറിലുള്ളവരെ ദർശിക്കുകയും
തന്റെ ഭംഗിയുള്ള ശോഭ കൊണ്ട് അന്ധകാരത്തെ പ്രകാശിപ്പിക്കുകയും ചെയ്യുന്ന സാക്ഷാൽ പ്രകാശവും തന്റെ ശക്തിയുള്ള ശബ്ദം കൊണ്ട് മനുഷ്യരെ എഴുന്നേൽപ്പിക്കുകയും തന്റെ തിരുവിഷ്ടത്തിന്റെ ആംഗ്യത്താൽ പ്രാപിച്ചിരിക്കുന്നവരെ ഉണർത്തുകയും ചെയ്യുന്ന ജീവനുള്ളവരുടെയും മനുഷ്യരുടെയും ന്യായാധിപതിയുമായിരിക്കുന്ന മശിഹാ തമ്പുരാന് തന്റെ ദാസന്റെ സംസ്കാര ശുശ്രൂഷ നടത്തുന്ന ഈ നേരത്തും നമ്മുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും വന്ദനവും യോഗ്യമായിരിക്കുന്നു. നിത്യപിതാവായ ദൈവത്തിന്റെ ശക്തിയും ജ്ഞാനമാകുന്ന മശിഹാ തമ്പുരാനെ, നീ സകലത്തിനും സൃഷ്ടിയുടെയും സൃഷ്ടാവും ജീവദാതാവും ജീവനോടിരിക്കുന്ന നീതിമാന്മാരുടെയും വിശുദ്ധന്മാരുടെയും ദൈവവും മണ്ണിൽ നിദ്ര പ്രാപിച്ചിരിക്കുന്നവരുടെ സാക്ഷാൽ പുനരുത്ഥാനവുമാവും മഹത്വമുള്ള നല്ല പിതാവിന്റെയും സകലത്തിലും പരിശുദ്ധമായിരിക്കുന്ന നിന്റെ റൂഹായുടെയും തിരുവിഷ്ടപ്രകാരം ഇല്ലായ്മയിൽ നിന്ന് നീ മനുഷ്യനെ ഉണ്മയിലേക്ക് വരുത്തി. ദൈവികമായ നിന്റെ ഭാഗ്യാവസ്ഥയിൽ ഞങ്ങളെ നീ സംബന്ധിപ്പിച്ചു. ദോഷങ്ങളിലേക്ക് വശീകരിക്കുന്നതായ ശത്രുവിന്റെ വശീകരണത്താൽ നാശത്തിലും ക്ഷയത്തിലും ഞങ്ങൾ വീണുപോയി. നിന്റെ മഹാകരുണയാൽ ഞങ്ങളുടെ വീണ്ടെടുപ്പിനെ കരുതി പാപമൊഴിയെ യാതൊരു ഭേദവും കൂടാതെ ഞങ്ങളെ പോലെ നീ മനുഷ്യനായി തീർന്നു. നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനാൽ മരണത്തിന്റെ അധികാരത്തെ നീ മായിച്ച് പുതിയ ജീവനെയും ഭാഗ്യകരമായ ഉയർത്തെഴുന്നേൽപ്പിനെയും ഞങ്ങൾക്ക് പ്രദാനം ചെയ്തു. കരുണയുള്ളവനും കൃപ നിറഞ്ഞിരിക്കുന്നവനുമായ കർത്താവേ, ചുരുങ്ങിയ ആയുസ്സിനെ വിട്ടു പിരിഞ്ഞിരിക്കുന്ന ഈ നിന്റെ ദാസന്റെ ശവസംസ്കാരത്തിന്റെ ഈ സമയത്ത് നിന്റെ ശുശ്രൂഷക്കാരായ ഞങ്ങൾ വിനയ ഹൃദയത്തോടും നുറുങ്ങിയ ആത്മാവോടും കൂടെ കഴിക്കുന്ന ഈ ശുശ്രൂഷയെ നീ കൈക്കൊള്ളണമേ. കർത്താവേ, അവസാന നാളിൽ ആത്മാവും ശരീരവും വേർതിരിപ്പാൻ പാടില്ലാതെ വണ്ണം ഒന്നായി ചേരുമ്പോൾ അന്ധകാരത്തിൽ നിന്ന് ഇവൻ രക്ഷ പ്രാപിക്കുകയും നിന്റെ പ്രകാശം കൊണ്ട് പ്രകാശിക്കുകയും വിശുദ്ധന്മാരുടെ ആനന്ദങ്ങൾ ആനന്ദിക്കുകയും ഭാഗ്യകരമായ ഭവനങ്ങളിൽ വസിക്കുകയും നിന്റെ സന്നിധിയിൽ നിന്റെ സന്തോഷത്തിൽ പങ്കുകൊണ്ട് സന്തോഷിക്കുകയും ചെയ്യുമെന്ന് ഞങ്ങൾ ശരണപ്പെടുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ സത്യപ്രധാനാചാര്യനായുള്ളവേ, നിന്നെ കുറിച്ചുള്ള അറിവിന്റെ പൂർണ്ണതയിൽ ഈ ദാസനെ ഇമ്പപ്പെടുകയും നിന്റെ വരവിങ്കൽ പാതാള ബന്ധനത്തിൽ നിന്നും പൊടിയിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുകയും കത്തിക്കൊണ്ടിരിക്കുന്ന അഗ്നിയിൽ നിന്ന് രക്ഷ പ്രാപിക്കുകയും നിന്റെ രാജ്യത്തിന്റെ മേശയിൽ സന്തോഷിക്കുകയും നിന്റെ തിരുമുഖത്തിന്റെ തേജസ്സിനാൽ മുഖം ശോഭിക്കുകയും ചെയ്യുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുകയും ചെയ്യുന്നു. കാരുണ്യവാനായ കർത്താവേ, കൃപ നിറഞ്ഞിരിക്കുന്ന ദൈവമേ, ഈ സമയത്ത് വിലപിച്ചും ദുഃഖിച്ചും ഇരിക്കുന്ന ഈ നിന്റെ മക്കളെ എല്ലാവരെയും ആശ്വസിപ്പിച്ച് പരിപാകതയുള്ള നടപടിയിലും വിശുദ്ധപാതകളിലും നടത്തി ശക്തിപ്പെടുത്തുമാറാകണമേ. ഈ ലോകത്തിൽ പാപം കൂടാതെ ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ. നിന്റെ കൃപയുടെ ചിറകിൻ കീഴിൽ ഞങ്ങളെ മറിച്ച് ദുഃഖവും അതിവേദനയുമില്ലാത്ത ഇടമായ സന്തോഷങ്ങളുടെ വാസസ്ഥലങ്ങളിലേക്ക് ഞങ്ങളെ അടുപ്പിക്കണമേ. കർത്താവേ, മുഖപ്രസാദത്തോടുകൂടെ നിന്നെ എതിരേൽക്കുവാനും ആദ്യന്തമില്ലാത്ത രാജ്യത്തിൽ നിത്യരോടും വിശുദ്ധന്മാരോടും കൂടെ നിന്നെ സ്തുതിക്കുവാനും ഞങ്ങളെ എല്ലാവരെയും അർഹരാക്കണമേ. നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ സമർപ്പിച്ചു കൊള്ളുന്നു. വിശ്വസിച്ചിടുവേൻ പാപികളെ രക്ഷിതാവിൽ ആശ്വാസം താനും ഒഴികെ പടലില്ലെങ്ങോമേ ഉറ്റവരെയും
ഉണർവറ്റവരെയും മാറ്റുള്ളവരെയും പോറ്റിക്കൊള്ളും ഓടിയവൻ പാപികളെ തേടി നടന്നു ആടലോടെ ജാതരവാൻ പാടെ ചേർന്നിടുമേ ഹല്ലേലൂയ ഓ ഹല്ലേലൂയ. ഇമ്പമുള്ള തന്റെ പരിമളത്തിന്റെ ഐശ്വര്യം കൊണ്ട് ഉന്നതത്തിലും മേലുള്ളവർക്കും കബറുകളിൽ മരിച്ചവർക്കും വെളിവരുളിയ ഇമ്പമുള്ള ധൂപവും സൗരഭ്യമായിരിക്കുന്ന കർത്താവേ, നിന്നിൽ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്ന നിന്റെ അടിയാരായ ഞങ്ങൾക്ക് ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചുള്ള പരിജ്ഞാനവും പാപ പരിഹാരം കൊണ്ടുള്ള ആനന്ദവും നൽകുമാറാകണമേ. നിന്റെ ശ്രേഷ്ഠത ഉദിക്കുകയും നിന്റെ ദൈവത്വം വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദിവസത്തിൽ നിന്റെ വലത്ത് ഭാഗത്തെ മക്കളായ കുഞ്ഞാടുകളോടുകൂടെ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ രൂഹായിക്കും സ്തുതിയും സ്തോത്രം കരേറ്റുവാൻ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. ആയത് ഇപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. നമ്മുടെ വഴിയാത്ര അടുത്തിരിക്കുന്നല്ലോ, ഭക്ഷ്യപദാർത്ഥങ്ങൾ നമുക്കായി കരുതിയിടാം. കുഞ്ഞാട്ടിനുടയ പാവനരക്തത്തിൽ നമ്മുടെ വസ്ത്രങ്ങൾ അലക്കി വെളുപ്പിക്കാം. നിന്റെ ഇഷ്ടം പോൽ മണ്ണാലെന്നെ നീ മരഞ്ഞു നിന്നടിയാ പാപം ചെയ്തതിനാ ഞങ്ങളെ നരകത്തിൽ കൈവഴിയരുടെ നീ കരുണാവാരിതേ. ഉന്നതമണവാളൻ ഉദിക്കും നേരത്ത് ഒരുങ്ങിയിരിക്കുന്നോരാനന്ദിച്ചിടും മഹത്വം നാഗനും ബഹുമതിദാതനും വന്ദനവും സ്തുതിയും വിശുദ്ധരൂഹായ്ക്കും. ദൈവമായ കർത്താവേ, നിന്റെ കൽപ്പനയാൽ ഞങ്ങളുടെ ഇടയിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന ഈ നിന്റെ ദാസനെ യാത്രയക്കുന്ന ഈ സമയത്ത് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഈ പിതാവിനെ കുറിച്ച് ദുഃഖിക്കുന്നവരായ ഞങ്ങളെയും പ്രത്യേകമായി കുടുംബക്കാരെയും ചാർച്ചക്കാരെയും നിന്റെ സമാധാനത്താൽ സമാധാനപ്പെടുത്തണമേ. കണ്ണു കണ്ടിട്ടില്ലാത്തതും ചെവി കേട്ടിട്ടില്ലാത്തതുമായ മനുഷ്യഹൃദയങ്ങളും ഗ്രഹിച്ചിട്ടില്ലാത്തതുമായി നിന്നെ സ്നേഹിക്കുന്നവർക്ക് നീ ഒരുക്കിയിരിക്കുന്ന മഹത്തായ ഭാഗ്യങ്ങൾക്ക് ഈ പിതാവും അവകാശിയാവുമെന്നുള്ള പ്രത്യാശയിന്മേൽ ഞങ്ങൾ ആശ്വസിപ്പിക്കുമാറാകണമേ. എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വന്ന് അകത്ത് പ്രവേശിച്ച് ലോകാരംഭത്തിന് മുൻപേ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജാവകാശമായി അനുഭവിച്ചുകൊള്ളുകയും എന്നുള്ള സന്തോഷ ശബ്ദം കേൾപ്പാൻ ഞങ്ങളെല്ലാവരും യോഗ്യതയുള്ളവരായി തീരുമാനാകണമേ. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. ഇരുലോകങ്ങളിലും ഞങ്ങൾ നിനക്കുള്ളവരാകുന്നല്ലോ. ഇഹത്തിലും പാരത്തിലും നീ ഈ ഞങ്ങളെ അനുഗ്രഹിക്കാം. ജീവിതത്തിൽ ഓരോരുത്തൻ ചെയ്തിട്ടുള്ള പ്രവർത്തിക്ക് തക്കവണ്ണം എല്ലാവരും പരിഹാരം നൽകുന്നവൻ. കർത്താവേ, നീ ആ നേരത്തിൽ ഞങ്ങളുടെ കുറ്റങ്ങളെ ഏതുമേ നീ ഓർത്തിടാതെ ഈ ഞങ്ങളെ അനുഗ്രഹിക്ക. താതനാകും ദൈവത്തിനോ
മഹത്വവും തൻസുതനും പരിശുദ്ധരൂഹായ്ക്കും സ്തുതിയും എന്നേക്കും. ഉന്നതത്തിൽ നിന്ന് ഇറങ്ങി വന്ന് മരിക്കുകയും മരണത്തെ കൊല്ലുകയും ചെയ്ത ശക്തിയായ തനിക്ക് സ്തുതി. മരണ ദിവസം കയ്പുള്ള ദിവസമാകുന്നു. അത് കരച്ചിലിന്റെയും സങ്കടത്തിന്റെയും ദിവസമാകുന്നു. കർത്താവേ, ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ. മരണ ദിവസം എല്ലാ മനുഷ്യനും ഒരു പാനീയമാകുന്നു. എന്നാൽ അത് യൗവന പ്രായത്തിലായാൽ അധികം കയ്പും സങ്കടവും ഉള്ളതാവുന്നു. കർത്താവേ, ഞങ്ങളുടെ ആശ്വാസമായി. സഹോദരൻ രക്ഷിക്കുന്നില്ല, സ്നേഹിതൻ സഹായിക്കുന്നതുമില്ല എന്നുള്ള പ്രവാചകന്റെ വചനം പ്രവൃത്തിയാൽ നിവൃത്തിയായി. കർത്താവേ, എല്ലാവനും അവനവന്റെ മരിച്ചവരെ കുറിച്ച് ദുഃഖിക്കുന്നത് ന്യായമാകുന്നു. മരണം എല്ലാവരെയും പിരിച്ചുവിടുന്നത് കൊണ്ട് കരയുന്നത് യുക്തവുമാകുന്നു. കർത്താവേ, ഞങ്ങളെ കർത്താവേ, മരിച്ചവർ നിന്നാൽ ജീവിക്കുകയും മൃതന്മാർ ഉയർത്തെഴുന്നേൽക്കുകയും അവർ രാജവകാശമായി നിനക്ക് സ്തുതി പാടുകയും ചെയ്യുന്നതുകൊണ്ട് എല്ലാ നാവുകളിൽ നിന്നും നിനക്ക് സ്തുതി. കർത്താവ് കർത്താവ് വിളിക്കുന്നങ്ങൾ തുണയ്ക്കായി വരിക. പ്രാർത്ഥന കേട്ടടിയാരുടെ മേൽ ദയ ചെയ്യണമേ. അന്യായം വിട്ടകന്നു നീതിയോടടുപ്പാൻ ആഗ്രഹിക്കുന്നവർക്കും മരണം ഉപദേഷ്ടാവത്രേ. മരണനുഖത്തിൽ നിന്നൊഴിയുന്നോൻ ഒരുത്തനുമില്ല. ആയതിന്റെ അധികാരം വിട്ടു പോവാനുമില്ല. ഉത്തരമരുൾഗാരുൾഗാദേവ അനുഗ്രഹിക്കാം. മർത്യർ ചിത്തം അരുതാവേ നീ വരുത്തിയിടണമേ. From the Epistle of St. Paul to the Thessalonians. Praise to you, O Lord of apostles, who grant us grace to discern your word. You could be seated. It will be after the epistle reading. You have to rise. Reading of the epistle. But we do not want you to be uniform, brothers and sisters, about those who have died, so that you may not grieve as others do who have no hope. For since we believe that Jesus died and rose again, even so, through Jesus, God will bring with him those who have died. For this we declare to you by the word of the Lord, that we who are alive, who are left until the coming of the Lord, will by no means precede those who have died. For the Lord himself, with a cry of command, with the archangel's call and with the sound of God's trumpet, will descend from heaven, and the dead in Christ will rise first. Then we who are alive, who are left, will be caught up in the clouds together with them to meet the Lord in air. And so we will be with the Lord forever. Therefore, encourage one another with these words. Brothers and sisters, let us stand in silence and reverence and listen to the proclamation of the living word of God from the gospel of our Lord Jesus Christ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ദൈവമായ കർത്താവിന്റെ ആത്മാവോടുകൂടെ ഞങ്ങളെയും യോഗ്യരാകട്ടെ. ലോകത്തിന് ജീവനും രക്ഷയും പ്രസംഗിക്കുന്ന യോഹന്നാൻ ശ്ലീഹാ എഴുതിയ ജീവൻ നൽകുന്ന പ്രസംഗമായ നമ്മുടെ കർത്താവ് യേശു മശീഹായുടെ വിശുദ്ധ എവങ്കേലിയോൻ. വന്നവനും പരിപാലിക്കുന്നവനായ നമ്മുടെ രക്ഷയ്ക്കായി തന്നെ എല്ലാവരുടെ മേലും എന്നേക്കുമുണ്ടായി. വിശുദ്ധ കന്യാമറിയാമിൽ ജഡമെടുത്ത ദൈവമായ ജീവന്റെ വചനമായി നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായിരിക്കുന്നു യേശു മശീഹായുടെ നടപടിയുടെ കാലത്ത് ഇവ ഇപ്രകാരം സംഭവിച്ചു. യേശു വരുന്നു എന്ന് കേട്ടിട്ട് മാർത്ത അവനെ എതിരേൽപ്പാൻ ചെന്നു. മറിയയോ വീട്ടിലിരുന്നു. മാർത്ത യേശുവിനോട്, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. ഇപ്പോഴും നീ ദൈവത്തോടെന്ന് അപേക്ഷിച്ചാലും ദൈവം നിനക്ക് തരും എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു.
യേശു അവളോട് നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞു. മാർത്ത അവനോട് ഒടുക്കത്തെ നാളിലെ പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. യേശു അവളോട് ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവരാരും ഒരു നാളും മരിക്കയില്ല. ഇത് നീ വിശ്വസിക്കുന്നുവോ എന്ന് ചോദിച്ചു. അവൾ അവനോട്, ഓ കർത്താവേ, ലോകത്തിൽ വരുവാനിരിക്കുന്ന ദൈവപുത്രനായ ക്രിസ്തു നീ തന്നെ എന്ന് ഞാൻ വിശ്വസിച്ചും ഇരിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. നാം എല്ലാവരും ഒരുമിച്ച് ഭംഗിയോടെ നിന്ന് സങ്കടത്തോടും ദുഃഖത്തോടും ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ശബ്ദത്തോടും കൂടെ കുറിയലായിസോൻ എന്ന് പ്രതിവാക്യമായി ചൊല്ലണം. മരണത്തിന്റെയും വേർപാടിന്റെയും ഉടയവനും ആത്മാക്കളുടെയും സർവ്വജഡത്തിന്റെയും ദൈവവും ജീവന്റെയും മരണത്തിന്റെയും മേൽ അധികാരമുള്ളവരുമായ മശിഹാ തമ്പുരാനും നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞാൻ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിക്ക് വരാതെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു എന്നരുളി ചെയ്തവനായ ഞങ്ങളുടെ മശിഹാ തമ്പുരാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ രക്ഷകനായ മശിഹാ തമ്പുരാനെ, നിന്റെ വിശുദ്ധ സഭയുടെ സന്താനങ്ങളായ സകല വിശ്വാസികളോടും കൂടെ ഞങ്ങളെ നിന്റെ രാജ്യത്തിന് യോഗ്യതരാക്കി തീർക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിന്റെ രണ്ടാമത്തെ എഴുന്നള്ളത്തിങ്കൽ നിന്നെ എതിരേൽപ്പാനായി പുറപ്പെടുവാനും നിന്റെ സകല പരിശുദ്ധന്മാരോടുകൂടെ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് നിന്നെയും നിന്റെ പിതാവിനെയും പരിശുദ്ധ റൂഹായെയും സ്തുതിപ്പാനും തക്കവണ്ണം സന്തോഷം വരുത്തുന്ന നിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ പ്രകാശമുള്ള കതിരുകളെ കൊണ്ട് ഞങ്ങളുടെ എല്ലാവരുടെയും ആത്മാക്കളെ പ്രകാശിപ്പിക്കണമേ. നാം ഉച്ചത്തിൽ 3 പ്രാവശ്യം കർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്നർത്ഥം വരുന്ന കുരിയലായിസോൻ എന്ന് ചൊല്ലണം. കുരിയലായിസോൻ, കുരിയലായിസോൻ, കുരിയലായിസോൻ. എല്ലാവർക്കും ഇരിക്കാം. ദേവാലയത്തിൽ വെച്ചുള്ള രണ്ടാം ശുശ്രൂഷയാണ് ഇപ്പോൾ ഇവിടെ പൂർണ്ണമാകുന്ന ചെയ്യുന്നത്. ഇനിയുമുള്ള ശുശ്രൂഷ സെമിത്തേരിയിൽ വെച്ചുള്ള ശുശ്രൂഷയാണ്. എന്നാൽ ഇവിടുത്തെ നമ്മുടെ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ കൊണ്ട് സെമിത്തേരിയിൽ വെച്ചുള്ള ശുശ്രൂഷയും ദേവാലയത്തിൽ വെച്ച് തന്നെ നിർവഹിക്കപ്പെടുകയാണ്. അതിനുശേഷം ബോഡി സെമിത്തേരിയിലേക്ക് കൊണ്ടുപോകുന്നതായിരിക്കും. ഇപ്പോൾ നന്ദി പറയുവാനായിട്ട് ജസ്റ്റിൻ ജോർജിനെ ക്ഷണിക്കുന്നു ഫോർ എക്സ്പ്രസിംഗ് ദ താങ്ക്സ് ഫോർ ദ ഫാമിലി. My name is Justin George. I'm the grandson of Mr. Varughis, but to me he will always be Grandpa. I just want to say a couple of words before I give this vote of thanks. You know, for over 2 decades, every meal that we had was in our basement kitchen that Grandma made for us and fed us like our own children. And even beyond that, every time, every break we had in college or medical school, we came back. Again, we met at that dinner table, and always the person that was there was Grandpa. And after 20 plus years of, you know, eating next to someone, spending that much time next to someone, you know, a large part of their personality, either knowingly or unknowingly, rubs off on you. And some of the other people have spoken a lot about Grandpa's, you know, religious ability and his closeness with God and things like this. And I just want to share some of the things that I took away from all that time that I spent with him, and some of the things that he imparted upon me. First,
being Grandpa's sense of humor. Really something that was valuable. He was able to find the laughter in almost any situation, even if other people were very upset. He was able to quickly turn a quick joke and diffuse a situation, or ramp up a situation, whatever he really wanted. Really, his bitingly sarcastic style was probably underappreciated in the Indian community, and sometimes went over, even Mom and certainly Grandma's head, but I know Jason and I really appreciated it. And I certainly find a sense of that in myself. The second thing that I really took away from him was his tremendous work ethic. Even after the age of 70, Grandpa was still full of energy, working not because he had to, but because it was really part of the fabric that made him who he was. He went to work, places, whoever he interacted with, from teenagers all the way up to senior citizens, they all loved him because of the tremendous energy that he had and that sincere love for work that he had. And he not only touched the lives of members of this church, but the people that he worked alongside with for so many years because of that attitude. And finally, the third thing was really his stubbornness. And people look at it as maybe a negative quality, but really that was a part of Grandpa that really made him who he was. He had, I don't know if people know, a stroke back almost 15 years ago. And I didn't know anything about medicine back then, but kind of hearing about it now and looking back, that is something that could have killed other people, or certainly something that would have tremendously, significantly impacted their quality of life. But really, Grandpa's stubbornness and his love for life made him overcome a tremendous, huge stroke and made complete recovery, again, attributed to his stubbornness, I really think. And I know that is certainly imparted not only in his daughters, it's in all of them, but also in his grandchildren as well. And I think it's really for the best, because his inability to compromise really pushed him to be great in all that he did. To be a loving church member, to be a loving co-worker, to be a loving grandfather. More recently, towards the end of his life, he made peace with God, and every time I saw him in the last year, he told me that he's ready to go whenever God calls for him. And I really hope that all of us and all our loved ones can make that same peace when we're ready, when God calls for us to return back to him. And so I'm very thankful that he was ready, that our entire family had an opportunity to kind of say goodbye. And I also want to say that during this last couple weeks, my mother was very strong in making the right decisions and abiding by what he wanted. It's very easy in this day and age to do unnecessary tests and things like this and kind of get away from the heart of the issue. Grandpa knew what was going to happen, and Grandpa made it very clear that he was ready to return to God. And my mother did an excellent job of leading our family to making the right decisions and helping Grandpa kind of go peacefully with dignity in his home, just as he would have wanted. It's okay to be sad because Grandpa's body has left us, but I think really we should rejoice in some way because a small piece of his soul is still imparted on all of us in some of those qualities that I described. His humor, his work ethic, and his unrelenting stubbornness is in all of us. I wanted to give a quick word of thanks also to a couple people who helped make this service possible. So Reverend Sam T. Matthew, Reverend K.B. Carvilla, the church secretary and all committee members, everyone who expressed their condolences, everyone who read some of the Bible portions, the church choir members, they sang very well. The Voc leader, funeral home staff did an excellent job. We're very appreciative of them. Shibu, we have a tremendous amount of thanks for you as well for helping make
all the logistics possible, and then all our friends, family, and relative members who came and helped celebrate Grandpa's life with us. Thank you. Is there anybody else that I'm forgetting? I know this is a critical portion. We can't forget anybody. Xavier Sangha. Anybody else? What's that? This commission. Ed. Okay. Okay. It's critical. It's everyone's thing. ശോഭയേറും നടന്നുണ്ടതോ കാണമേതൊരു വിശ്വാസത്താൽ താതൻ വാസം നമുക്കൊരുക്കി നിൽക്കുന്നുണ്ടക്കരെ കാത്തതാ വേഗം നാം ചേർന്നിടൂ ഭംഗിയേറിയ തീരത്ത് വേഗം നാം ചേർന്നിടൂ ഭംഗിയേറിയ തീരത്ത് നാം ശോഭന നാട്ടിൽ പാടും വാഴ്ത്തപ്പെട്ടോരുടെ സംഗീതം ഖേദം രോദനമാങ്ങില്ലല്ലോ നിത്യം സൗഭാഗ്യമാത്മാക്കൾക്കു വേഗം നാം ചേർന്നിടൂ ഭംഗിയേറിയ തീരത്ത് വേഗം നാം ചേർന്നിടൂ ഭംഗിയേറിയ തീരത്ത്. കുടുംബാംഗങ്ങൾക്ക് ഇപ്പോൾ അന്ത്യചുംബനം നൽകാനുള്ള സന്ദർഭമാണ്. പാട്ട് പാടുന്ന സമയം കുടുംബാംഗങ്ങൾക്ക് മുൻപോട്ട് വന്ന് അന്ത്യചുംബനം നൽകാവുന്നതാണ്. മനസ്സോടെ മരണം പ്രാപിച്ചുയർപ്പി പ്രത്യാശ തന്ന നാഥാ സ്തോത്രം. സീനായിന്മേൽ ഇറങ്ങി പുനരുദ്ധാനത്തെ മോശയാലേശ ദേവാസ്തോത്രം. സോദരരെ നിങ്ങൾ മറക്കാതെ മരണ സമയം ഓർത്തുകൊള്ളിൻ. മണ്ണത്രേ നാം. പറുദീസിൽ ഭാഗ്യം തന്നു ഞങ്ങളെ വിശുദ്ധരെ പന്തിയിൽ നിർത്തിയിടണമേ. ഉയർപ്പും ജീവനും നീയാകയാലേ അവരോടു കൂടെ സ്തുതി പാടുങ്ങൾ. നിനക്കും താതനും വിശുദ്ധാരുഹായിക്കും
എന്നേക്കും സ്തോത്രം. ആമേൻ ആമേൻ. മുഖം മൂടാനായിട്ടാണ് കണ്ണൊക്കെ കൂടെ ഇതുകൊണ്ട് മുഖമുണ്ട്. Cover the face. എന്തു ഖേദം ഈ കാഴ്ച അതിദുഃഖം ചിന്തയിലേറ്റം വെന്തുരുകും സോദരരെ എന്നിങ്ങനെ മാർത്യകുലം മൃത്യുവാനുഭവിച്ചിടുന്നു. ചന്തമേറും മേനിയകെ ചീഞ്ഞഴിഞ്ഞു ദ്രവിച്ചിടുന്നു. മാനിച്ചവനെ മണ്ണിലെ കയക്കുന്നു. സ്നേഹിച്ചവനെ ശോകത്തോടക്കിടുന്നു. സ്നേഹിത ബന്ധുക്കൾ എല്ലാമാകെ മുറയിടുന്നു. പൂഴിക്കും പുഴുവേനും ഇരയാവാൻ അയക്കുന്നു. നാഥാ നിന്റെ വരവിങ്കൽ ഞങ്ങൾക്കു താതരിക സന്തോഷം മോക്ഷവും. എന്നേക്കും ഞങ്ങൾ നിന്റെ തിരുമുൻപിൽ ആനന്ദേ ചാലേലോയ പാടി സ്തുതിച്ചിടുവാൻ കൃപയരുൾക. മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് തിരികെ ചേരുമെന്നുള്ള ഞങ്ങളുടെ വർഗത്തെക്കുറിച്ച് അരുളി ചെയ്തവനായ ദൈവമേ, ഒടുവിലത്തെ ദിവസത്തിൽ നിത്യജീവനായി ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ള പ്രത്യാശയോടെ ഈ ശരീരത്തെ ഞങ്ങൾ മണ്ണിലേക്ക് ഏൽപ്പിക്കുന്നു. എൻ്റെ സഹോദരി സഹോദരന്മാരെ, ഞാൻ പാതാള വഴിയായി കടന്നു പോകുമ്പോൾ തുറക്കപ്പെട്ടിരിക്കുന്ന കല്ലറകളെ ഞാൻ കണ്ടു. അതിൻ്റെ ഉള്ളിൽ എല്ലാത്തര ബലവാന്മാരും പ്രവേശിച്ചിരുന്നു. പലതരമായ മല്ലന്മാരും അതിൽ പാർക്കുന്നുണ്ടായിരുന്നു. അവരുടെ കാലടികൾ അതിനരികിൽ നാശത്തിലേക്ക് മറിച്ചിട്ടപ്പെട്ടിരുന്നു. അപ്പോൾ ഞാൻ അതിനധികയിൽ നിന്ന് കരഞ്ഞുകൊണ്ട് സങ്കടത്തോടും നെടുവീർപ്പോടും കൂടെ എൻ്റെ ദേഹിയോട് ഇപ്രകാരം പറഞ്ഞു: ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ. സൗന്ദര്യമുള്ളവർ തങ്ങളുടെ സൗന്ദര്യത്തിൽ ആഹ്ലാദിക്കുന്നത് എന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ. രാജാക്കന്മാരും പ്രഭുക്കന്മാരും പൊന്നു ശേഖരിക്കുന്നത് എന്തിന്? ധനവാന്മാർ തങ്ങളുടെ ധനത്തെപ്പറ്റി അഹങ്കരിക്കുന്നതും എന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ. വിദ്വാൻമാർ തങ്ങളുടെ വിദ്യയിൽ പുകഴുന്നത് എന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ. ജ്ഞാനികൾ തങ്ങളുടെ ജ്ഞാനത്തിൽ പ്രശംസിക്കുന്നത് എന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ. അധികാരികൾ തങ്ങളുടെ ശക്തിയിൽ നിഗളിക്കുന്നത് എന്തിന്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ. യൗവനക്കാർ തങ്ങളുടെ സാമർത്ഥ്യത്തിൽ ചാഞ്ചാടുന്നത് എന്തിന്? ദൈവീക സംഗീതക്കാരനായ ദാവീദേ, നിന്റെ കിന്നരങ്ങളോടുകൂടെ നീ വന്ന് മനുഷ്യൻ താൽക്കാലികനാകുന്നു എന്നും
അവന്റെ ദിവസങ്ങൾ ആവി പോലെ മാഞ്ഞു പോകുന്നവയാവുന്നുവെന്നും പറമ്പിലെ പുഷ്പം പോലെ പൂത്തുവാടിപ്പോകുന്നുവെന്നും അവയിൽ ഞങ്ങളെ പാടിക്കേൾപ്പിക്കാം. ഇത് നിമിത്തമായി മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നവനെ നിനക്ക് സ്തുതി. സകലത്തിന്റെ ഉടനായ ദൈവത്തിന് സ്തുതി എന്ന് നാം ഉച്ചത്തിൽ പറയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ നിനക്ക് സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ നിനക്ക് സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മോറാനേശു മശിഹായേ, നിന്റെ അനുഗ്രഹങ്ങളുടെ വാതിൽ ഞങ്ങളുടെ നേരെ അടച്ചു കളയരുതേ. കർത്താവേ, ഞങ്ങൾ പാപികളാവുന്നു ഞങ്ങളെ ഏറ്റുപറയുന്നു, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, നിന്റെ മരണത്താൽ ഞങ്ങളുടെ മരണം മാഞ്ഞു പോകുവാൻ നിന്റെ സ്നേഹം നിന്റെ സ്ഥലത്തു നിന്ന് ഞങ്ങളുടെ അടുക്കലേക്ക് ഇറക്കിക്കൊണ്ടുവന്നു. കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. നമ്മുടെ വിശ്വാസ പ്രമാണം ഏറ്റുപറയാം. പിതാവായ സർവശക്തനായ ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുകയും കാണപ്പെടാത്തതുമായ സകലത്തിന്റെ സൃഷ്ടാവായ സത്യദൈവത്തിൽ നിന്ന് വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വലോകങ്ങളുടെ പിതാവിനും ജനിച്ചവനും പ്രകാശത്തിനുള്ള പ്രകാശം സത്യമുള്ള സത്യവും ജനിച്ചവനും സൃഷ്ടിയില്ലാത്തവനും പിതാവിനോട് സകല സൃഷ്ടിക്കും മുഖാന്തരമായവനും മനുഷ്യരായ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗ്ഗത്തിൽ നിറങ്ങി വിശുദ്ധ റുഹായാൽ തന്നിമറിയാതെ ജഡധരിച്ച് മനുഷ്യനായി ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് കഷ്ടതനുഭവിച്ച് മരിച്ചെടുക്കപ്പെട്ട് മൂന്നാം ദിവസം എടുത്തെഴുന്നേറ്റ് വർത്തമാനവനും അവസാനമില്ലാത്തവനും ജീവിച്ചിരിക്കുന്നവരെയും മറ്റൊരെയും വിധിപ്പാൻ തന്റെ മഹാപ്രഭാവമായ യേശു മിശിഹായ സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും സംസാരിച്ചവരുമായ അപസ്തോലികമായ ഏകസഭയിൽ വിശ്വസിക്കുന്നു. പാപമോചനത്തിലുള്ള മാമോദീസ മനുഷ്യരുടെ യുദ്ധത്തിനും ഞങ്ങൾ പാർക്കുകയും ചെയ്യുന്നു. പറയുമോ സോമൻ ഖാലോ. ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ ദൈവമേ, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹായേ, നിന്റെ കൃപയാലും ധാരാളമായ കരുണയാലും ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ട് ഞങ്ങളുടെ ശുശ്രൂഷ കൈക്കൊള്ളണമേ. ഞങ്ങളുടെ കർത്താവ് ദൈവമേ, ഞങ്ങളുടെ സഹായത്തിന് നീ വന്നു എന്നേക്കും ഞങ്ങളെ വിശുദ്ധരാക്കണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ശുശ്രൂഷ നിനക്ക് രമ്യവും ഞങ്ങളുടെ നമസ്കാരം നിനക്ക് പ്രസാദരവും ഞങ്ങളുടെ അപേക്ഷ നിനക്ക് സ്വീകാര്യവും ഞങ്ങളുടെ പ്രാർത്ഥന നിനക്ക് ബഹുമാനകരവുമായിരിക്കണമേ. കർത്താവേ, നിന്റെ അനുഗ്രഹങ്ങളും കരുണകളും സഹായങ്ങളും കൃപകളും ദൈവികമായ നിന്റെ സകല ദാനങ്ങളും ബലഹീനരായ ഞങ്ങളുടെ മേലും ബലഹീനതയുള്ള ഞങ്ങളുടെ വർഗത്തിന്മേലും വന്ന് ആവസിച്ച് എന്നേക്കും പാർക്കുമാറാകണമേ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ പ്രിയരെ, നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായ ശുശ്രൂഷയിൽ ഞങ്ങളോടുകൂടെ ഒതുങ്ങുന്ന സംബന്ധിച്ച നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് ശുദ്ധീകരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവം ബലഹീനതയും കുറവുമുള്ള നമ്മുടെ പ്രാർത്ഥനകൾ ഉന്നതമായ തന്റെ സിംഹാസനത്തിന് മുൻപാകെ കേൾക്കുകയും കൈക്കൊള്ളുകയും ചെയ്യുമാറാകട്ടെ. ശവസംസ്കാര ശുശ്രൂഷ പൂർണ്ണമാവുകയാണ്. ഇനി ബോഡി വെട്ടി അടച്ചതിന് ശേഷം സെമിത്തേരിയിലേക്ക് കൊണ്ടുപോവുകയും ജസ്റ്റ് അവിടെ വെച്ചൊന്ന് പ്രാർത്ഥിച്ച് കുഴിയിലേക്ക് ഇറക്കുകയുമാണ് ചെയ്യുന്നത്. അവിടെ വെച്ച് മറ്റു സർവീസ് ഒന്നും ഉണ്ടായിരിക്കുന്നതല്ല എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കട്ടെ. ഈ കുടുംബം എല്ലാവർക്കും ഫുഡ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ബേസ്മെൻറ്റിലാണ്. അതിനുശേഷം ബോഡി അടക്കിയതിന് ശേഷം ഇവിടെ വന്ന് ഫുഡ് കഴിച്ചിട്ട് പോകാനായിട്ട് അവർ
റിക്വസ്റ്റ് ചെയ്യുന്നു. സോ അതിൽ നമുക്ക് പങ്കെടുക്കുവാനായിട്ട് പറയാം. സ്വർഗീയ പിതാവാം ദൈവമേ, ഞങ്ങളുടെ കണ്ണുകളെ നിന്റെ സന്നിധിയിലേക്ക് ഉയർത്തുകയാണ്. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമി ഉണ്ടാക്കി യഹോവയിൽ നിന്ന് വരുന്നുവെന്ന് സങ്കീർത്തനക്കാരൻ പറയുമ്പോൾ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ദുഃഖവേളകളിൽ ആശ്വാസവും സഹായവുമായി എത്തുന്ന വലിയവനായ ദൈവം നീ മാത്രമാകിയാൽ നന്ദിയോടെ ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നുവെന്ന് അരുളി ചെയ്ത നസ്രയനായ യേശുക്രിസ്തുവിലുള്ള വലിയ പ്രത്യാശയിലും പ്രതീക്ഷയിലും കർത്താവെ, ഈ ശരീരം ഞങ്ങൾ മണ്ണിലേക്ക് ഏൽപ്പിക്കുന്നതായ സമയം കർത്താവെ, ഞങ്ങൾ വലിയ പ്രത്യാശയോടുകൂടെ ആ കാര്യങ്ങൾ ചെയ്യുവാൻ തക്കോണം നീ ഞങ്ങളെ അനുവദിക്കുന്നവർ സ്തോത്രം ചെയ്യുന്നു. ഇതുവരെയും ശുശ്രൂഷയിലൊക്കെ വ്യാപരിച്ച ദൈവകൃപയ്ക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. സാം ടി മാത്യുസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, വേണ്ട നേതൃത്വം കൊടുക്കാനൊക്കെ ഈ ദിവസങ്ങളില്ല ഹനുമാനെ നീ അധികാരപ്പെടുത്തുകയും ശക്തീകരിക്കുകയും ചെയ്ത് ഓർത്ത് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾ വാസ്തവമായി ആ വലിയ പ്രത്യാശ വേർവിളിക്കും നേരം കാണും എൻ പേരും എന്നുള്ളതായ
വലിയ പ്രത്യാശയോടുകൂടെ കർത്താവേ ഈ പ്രിയ മൃതശരീരം ഞങ്ങൾ മണ്ണിലേക്ക് ഏൽപ്പിക്കുമ്പോൾ കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുൻപ് ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോടെ ശേഷി നാം അവനോട് ഒരുമിച്ച് ആകാശമേഘങ്ങൾ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിക്കുവാനായി ദൈവവചനം ഞങ്ങൾ ആലോചന പറയുമ്പോൾ കർത്താവെ വചനത്തിൽ ഞങ്ങൾ ആശ്വസിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുകയാണ്. ഈ പ്രിയ പിതാവിൻ്റെ വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ ഈ സമയത്ത് ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. അമ്മയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം നിന്റെ മകളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും അവിടുന്ന് കാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വത്സയ്ക്ക് വേണ്ടിയും പുഷ്പയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ഇവരൊക്കെ നീ അനുഗ്രഹിക്കണമേ, കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ, കുടുംബമായി നീ സ്വർഗീയമായ സമാധാനം കൊണ്ട് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദുഃഖിതരായിരിക്കുന്ന എല്ലാവരെയും കർത്താവേ നിന്റെ സ്വർഗീയ സമാധാനം കൊണ്ട് അവിടുന്ന് ആശ്വസിപ്പിക്കുകയും നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ടെന്ന് അരുളി ചെയ്തതായ വലിയവനായ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് കർത്താവെ ആ വാസസ്ഥലങ്ങളിലേക്ക് കടന്നു വരുവാൻ പ്രയോജനമുള്ളവരായി, ഉണർവുള്ളവരായി, അതിന് യോഗ്യതയുള്ളവരായി ഈ ഭൂമിയിൽ ജീവിപ്പാൻ ഞങ്ങളെ അവശേഷിക്കുന്ന ഞങ്ങളെ നീ അവിടുന്ന് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകലവും നന്നായി ചെയ്യുന്ന ദൈവകരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുകയാണ്. കർത്താവെ മണ്ണിൽ നിന്നെടുത്തത് മണ്ണിലേക്ക് ചേരണമെന്നൊരു വാനം ഞങ്ങളോട് ആലോചന പറയുമ്പോൾ ഞങ്ങൾ അതനുസരിച്ച് കാര്യങ്ങൾ കർത്താവെ ഇപ്പോൾ ചെയ്യുന്നു. നിന്റെ സ്വർഗീയമായ കൃപ, നിന്റെ സ്വർഗീയ സമാധാനം, നിന്റെ സ്വർഗീയ ആശ്വാസം ഏവർക്കും നൽകി അനുഗ്രഹിച്ച് ഈ നാളുകളിൽ അവിടുന്ന് കാത്തുകൊള്ളുമാറാകണമെന്ന് യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം നമ്മുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തു യേശുവിങ്കൽ കാക്കപ്പെടുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവാകുന്ന ത്രിയേക ദൈവം നമ്മുടെ പ്രാർത്ഥനകൾ ഉന്നതമായ തന്റെ സിംഹാസനത്തിന് മുൻപാകെ കേൾക്കുകയും കൈക്കൊള്ളുകയും ചെയ്യുമാറാകട്ടെ. തൽസ്ഥാനമതിനെ വിസ്മരിക്കാം, സ്വപ്നങ്ങളേറെ നെയ്യരുതേ മനുഷ്യ, സമ്പാദ്യമോഹത്തിൽ വീഴരുതേ. ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ, മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരേ. സ്നേഹബന്ധങ്ങളും നാമരൂപങ്ങളും ഭൂവിതിൽ മാത്രമേ കാൺമതുള്ളൂ. സ്നേഹബന്ധങ്ങളും നാമരൂപങ്ങളും ഭൂവിതിൽ മാത്രമേ കാൺമതുള്ളൂ. ഇന്നു ഞാൻ നാളെ നീ എന്നതാവാം സ്നേഹ രക്തബന്ധങ്ങൾ പോലും മറഞ്ഞു പോകാം. ഇന്നു ഞാൻ നാളെ നീ എന്നതാവാം സ്നേഹ രക്തബന്ധങ്ങൾ പോലും മറഞ്ഞു പോകാം. സ്വപ്നങ്ങളേറെ നെയ്യരുതേ മനുഷ്യ, സമ്പാദ്യമോഹത്തിൽ വീഴരുതേ. ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ, മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരേ.
കണ്ണീർ കടലിനും അപ്പുറമുള്ളൊരു ശാശ്വത തീരത്ത് കണ്ടുമുട്ടാം. ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെൻ സോദരരെ, മറക്കുമോ നിങ്ങളെൻ സ്നേഹിതരെ? പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി വിട്ടെന്നൊപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാനൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ? കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. ദേഹമെന്നൊരാ വസ്ത്രമൂരി ഞാൻ 6 അടി മണ്ണിലാഴ്ത്തവേ, ഭൂമിയെന്നൊരാ കൂടുവിട്ടു ഞാൻ സ്വർഗമാം വീട്ടിൽ ചെല്ലവേ. മാലാഖമാരും ദൂതരും മാറി മാറി പുണർന്നു പോ. ആധിവ്യാധികൾ അന്യമായി കർത്താവേ ജന്മം ധന്യമായി. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനും നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. സ്വർഗരാജ്യത്തിൽ ചെന്ന നേരത്ത് കർത്താവെന്നോട് ചോദിച്ചു, സ്വന്ത ബന്ധങ്ങൾ വിട്ടു പോന്നപ്പോൾ നൊന്തു നീറിയോ നിന്മനം? ശങ്ക കൂടാതെ ചൊല്ലി ഞാൻ, കർത്താവേ ഇല്ല തെല്ലുമേ. എത്തി ഞാനെത്തി സന്നിധി